എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ചാരു റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 മുതൽ ഡിസംബർ 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 മുതൽ ഡിസംബർ 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Chariot energy, Page of Pentacles, Nine of Swords, Queen of Cups, Fool card, Two of Pentacles energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഒരു വർഷം എന്ന് പറയുന്നത് പൊതുവെ സാധ്യതകളുടെ ഒരു വർഷമാണെന്ന് പറയാം. ആദ്യം തന്നെ ചെറിയറ്റ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം മാത്രമാണ് നിങ്ങളുടെ കോൺസെൻട്രേഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗോൾ, എന്തെങ്കിലും ഒരു കാര്യം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിങ്ങളുടെ ശ്രദ്ധ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കോൺസെൻട്രേഷൻ മാറിപ്പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യത്തിലും നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ വിജയത്തിൻ്റെ വർഷമാണ്, വിക്ടറി. എല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നു. ഇതുവരെ കാര്യങ്ങളൊക്കെ പതുക്കെ നീങ്ങിയതു, കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയിരുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഈ കംപ്ലീറ്റ്ലി വളരെ ഹാപ്പി ആയിട്ട് വരുന്ന ഒരു വർഷമാണ്. കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ സബലീകരണം, വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച സമയത്ത് വിചാരിച്ച പോലെ നടക്കുന്ന ഒരു സമയം എന്ന് തന്നെ പറയാവുന്ന ഒരു സമയമാണ്. ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഒത്തിരി തൃപ്തികരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റേഷൻസ് കാര്യങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ പൊതുവിൽ അത് ഒന്നെങ്കിൽ അത് ഇഴഞ്ഞു നീങ്ങുന്ന പോലെ, അല്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. പുതിയതായിട്ട് എന്തെങ്കിലും പേപ്പേഴ്സ് ആവശ്യമുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ വെച്ചിട്ട് പലതും നീണ്ടു പോകുന്ന ഒരു സാധ്യതയിൽ നിന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറുകയാണ്. നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു മാറ്റം ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ഒരു ഫാസ്റ്റ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളും മാറ്റങ്ങളും പെട്ടെന്ന് ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ആഗ്രഹിച്ച പോലെ വിദ്യാഭ്യാസപരമായിട്ട് ആഗ്രഹിച്ച കോഴ്സോ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ലഭിക്കുക, മത്സര പരീക്ഷകളൊക്കെ വിജയ സാധ്യത വളരെ കൂടി നിൽക്കുക, അതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ, ടെക്നോളജി അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ സാധ്യതകളുള്ള സമയമാണ്. അപ്പോൾ രണ്ട് സാധ്യതകളെന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങളുടെ ഗോൾ ഇപ്പോൾ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സാധ്യതകളുമായിട്ട് ഫാസ്റ്റായിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് റിസർച്ചോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജോലിയിലേക്ക്, കരിയറിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. കാരണം ഇങ്ങനെയുള്ള സാധ്യതകളെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും നിങ്ങളുടെ ഗോൾ എന്താണോ അതിനനുസരിച്ച് നേടാനും കഴിയുന്നു. അതേസമയം മറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജി പക്ഷേ അതൊരു ഡിസ്ട്രാക്ഷനായിട്ടും മാറാം. അപ്പോൾ ഇപ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ സംബന്ധിച്ച് സ്കൂളിലൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ സ്കൂളിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചിലപ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടാവും, പലതരം ടെക്നോളജീസ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടിയും പലതരത്തിലുള്ളൊരു ഡിസ്ട്രാക്ഷൻസിലേക്ക് കുട്ടികൾ വീണുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അവരുടെ ഗോള്, അപ്പോൾ പഠനത്തെയോ മറ്റു കാര്യങ്ങളോ ബാധിക്കാം. അതിപ്പോൾ വലിയ കുട്ടികളിലായാലും അത് സാധ്യമാകുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അനിവാര്യതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഡയറക്ഷനിലാണ് പോകുന്നത്, ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നുള്ളത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് പുതിയ സാധ്യതകൾ, സാമ്പത്തികമായിട്ട് നേട്ടം ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗുഡ് ന്യൂസ് റിലേറ്റഡ് ടു മണിയാണ് സൂചിപ്പിക്കുന്നത്. ആഗ്രഹിച്ച രീതിയിൽ സാമ്പത്തിക നേട്ടം ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. വളരെ അംബീഷ്യസ് ആയിട്ട് ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ അതിനനുസരിച്ച് നേട്ടം ഉണ്ടാകുന്നുണ്ട്. ആ ഡിസ്ട്രാക്ഷൻസ് വരാതെ, അതായത് ഗോളിൽ നിന്ന്, നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് വഴി തെന്നി മാറിപ്പോവാതെ ഉള്ള കാര്യം മാത്രം ശ്രദ്ധിക്കാം. ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പല ആഡംബരങ്ങളും ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടുന്നുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേടുമ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ പലതും നേടുമ്പോൾ നമ്മൾ വഴിതെറ്റിപ്പോത്തിരി ലക്ഷറിയുടെയും മെറ്റീരിയലിസ്റ്റിക് കാര്യത്തിൻ്റെ പുറകെ പോകുന്നു. സാമ്പത്തികം നേടാൻ ആഗ്രഹിച്ചാലും അതിൻ്റെ പുറകെ പോകുമ്പോൾ, സാമ്പത്തികം വരുമ്പോൾ
അതിനനുസരിച്ച് അനാവശ്യ ചിലവുകൾ, ലക്ഷറിയുടെ പുറകെ പോവുക, ഇതൊക്കെ ചെയ്യുന്നതിലൂടെ പണം ഒത്തിരി ദൂർത്തടിക്കുകയോ അനാവശ്യ ചിലവുകളുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ വളരെയധികം സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ, സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ 9 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഈ ഒരു എനർജി സ്ട്രോങ് ആണ്. അപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഒത്തിരി ഭയങ്കര ഒരു ഭയമാണ്, ഉൾഭയം. അപ്പോൾ മരണം ഭയം, അല്ലെങ്കിൽ പ്രായമായിട്ടുണ്ടെങ്കിൽ ഇനി ജീവിതത്തിൽ എന്തെങ്കിലും ടെൻഷൻസ് ബാക്കിയുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇച്ചിരി പ്രായമായിട്ടുള്ളൊരു വ്യക്തിയാണ്, അപ്പോൾ മക്കളുടെ വിദ്യാഭ്യാസം, മക്കൾക്ക് ചിലപ്പോൾ ജോലിയായിട്ടില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹം നടത്തിയിട്ടില്ല, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ചെറുതായിട്ടൊന്നുമല്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു രീതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അനാവശ്യ ടെൻഷനാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ചില സിറ്റുവേഷനിൽ അൺഹാപ്പിയാണ് നിങ്ങൾ എന്നുള്ളത്. അപ്പോൾ ലൈഫിൽ പല കാര്യങ്ങളിലും നിങ്ങളുടെ മൈൻഡിലുള്ള കാര്യമായിരിക്കും ഇത് പലപ്പോഴും. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്ന സംതിങ് ഇൻ യുവർ മൈൻഡ്, മോസ്റ്റ്ലി മൈൻഡിലുള്ളതാണ്. ഇത് ഇപ്പോൾ വരാൻ പോകുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനി നഷ്ടബോധങ്ങൾ, അല്ലെങ്കിൽ നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ്. പക്ഷേ ഇത് ഒറിജിനലി നിങ്ങളെ സംബന്ധിച്ച് പാസ്റ്റ് മിസ്റ്റേക്സ്, കഴിഞ്ഞ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളെയൊക്കെ വിചാരിച്ച് ആലോചിച്ചിട്ട് അതിൻ്റെ മേൽ അതുപോലെ ആയിരിക്കും മുന്നോട്ടേക്ക് എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ഉടലെടുക്കുന്നൊരു ഫീലിംഗ് ആണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ്സൊക്കെ വരേണ്ടുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലില്ല. കഴിഞ്ഞ പോയ കാലത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കുമോ എന്നുള്ളതൊക്കെ ഒരു ഭയമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അനാവശ്യമായിട്ട് ചിന്തിച്ച് കൂട്ടിയെടുക്കുന്നു എന്ന് പറയാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം, നിങ്ങൾ ഈ ഒരു മെൻ്റൽ ടോർച്ചർ നിങ്ങൾക്ക് എന്തിനാണ് നൽകുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് ഒന്ന് റിയലിസ്റ്റിക് ആവുക. അതേപോലെ പോസിറ്റീവായിരിക്കും, ഇൻസ്പിറേഷണൽ, മോട്ടിവേഷണൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, കേൾക്കുക. ഒരു കൗൺസിലറുടെ ആവശ്യമുണ്ട്, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവരുടെ സഹായം തേടുക. സ്വയം ലോ ഓഫ് അട്രാക്ഷൻ അതുപോലുള്ള കാര്യങ്ങളിലൂടെ തിരിച്ചു വരാനും ശ്രമിക്കാം. ഓക്കെ. അതേപോലെ ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിത പങ്കാളി, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, അതാരായാലും അങ്ങനെയുള്ള വ്യക്തികളുടെ സഹായം ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അങ്ങനെയുള്ള വ്യക്തികളുടെ സഹായത്തോടുകൂടി ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് ചുറ്റിലും നിന്നും ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുക. അതേപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കുന്ന പോലെ മറ്റുള്ളവരെയും നിങ്ങൾ സഹായിക്കുന്നുണ്ട്. ഒന്ന്, ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ട്. രണ്ടാമതായിട്ട് പുറത്തുനിന്ന് ഇപ്പോൾ സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ ഇവൺ അപരിചിതരായിട്ടുള്ള ആളുകൾ പോലും നിങ്ങൾക്ക് സഹായം നൽകുന്ന തരത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫീലിംഗ് അല്ല, മറ്റുള്ളവർ സഹായിക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ തിരിച്ചും മറ്റുള്ളവരെ നിങ്ങൾ സഹായിക്കുന്നു. അതായത് ഇന്നൊരാളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടല്ലാതെ ഒരു പരസഹായം ചെയ്യുന്ന ഒരു സാഹചര്യവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇമോഷണലി പല കാര്യങ്ങളിലും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ഫൂൾ കാർഡാണ്. അപ്പോൾ ഇടയ്ക്ക് ചെറിയ സെൽഫ് ഡൗട്ട് വരുന്നുണ്ട്. ഇതൊരു സ്ട്രോങ് എനർജി അല്ല. ഇടയ്ക്ക് ഒരു സെൽഫ് ഡൗട്ട് വരുന്നത് ഒഴിച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ സെൽഫ് ഡൗട്ട് ഇങ്ങനെ വരുമ്പോൾ സ്വയം സംശയിക്കാതിരിക്കുക. നിങ്ങൾക്ക് പറ്റും, നിങ്ങളുടെ കഴിവിലുള്ളൊരു സംശയം അത് ഇടയ്ക്ക് അത് വരുന്നത് ഒരു തരത്തിൽ ഒരു നല്ലതാണ്. കാരണം അപ്പോൾ നിങ്ങൾ വീണ്ടും സ്ട്രോങ് ആവും, കോൺഫിഡൻ്റ് ആവും. ഓവർ കോൺഫിഡൻ്റ് ആവില്ല. കാരണം സ്വയമേ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നതാണ്. ഒരു സെൽഫ് റിഫ്ലക്ഷനായിട്ട് ഇതിനെ കാണാൻ. കാരണം നിങ്ങൾ സ്വയം ചെക്ക് ചെയ്യാണ് നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളത് വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് എത്തുന്നു, നിങ്ങളെ കൊണ്ട് കഴിയും. നിങ്ങൾ ആ ഒരു സെൽഫ് ഡൗട്ടിൽ നിന്ന് പുറത്ത് വരും, കോൺഫിഡൻ്റ് ആവുന്നു, ഓവർ കോൺഫിഡൻസ് ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക്. അത് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം, പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അനാവശ്യ ചിന്തകൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ വിട്ടുകളയുക, എനിക്ക് പറ്റില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്ന് ഒഴിവാക്കുന്നതായിട്ട്, അതിപ്പോൾ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട്, ജോബ് റിലേറ്റഡ് ആയിട്ട്, പ്രമോഷൻ, പുതിയ ജോലിക്ക് ശ്രമിക്കുക, അല്ലെങ്കിൽ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും സ്ഥലം വാങ്ങിക്കുക, വീട് വാങ്ങിക്കുക, ഏത് സിറ്റുവേഷനിലായാലും നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയും അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്, പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി നാളായി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഒത്തിരി നാളായി മനസ്സിലിട്ട് ചിന്തിക്കുന്നു, ശ്രമിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ മനസ്സിലിട്ട് ചിന്തിച്ച ആ ഒരു കാര്യം അത് ആക്ഷൻ എടുക്കുകയാണ്, അത് ശ്രമിക്കുകയാണ് നിങ്ങൾ എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജി ഒരേ സമയം 2 കാര്യങ്ങൾ എന്നുള്ള രീതിയിലാവാം. അപ്പം നിങ്ങൾ ഇതുവരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഫിനാൻഷ്യലി എങ്കിൽ ആ ഒരു എനർജി, ഇപ്പോൾ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പം
ഇതുവരെ നിങ്ങൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയൊരു തുടക്കം ജീവിതത്തിൽ വരികയാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ. അത് കൂടാതെ നിങ്ങളിപ്പോൾ പുതിയൊരു ജോലി ലഭിക്കുന്നുണ്ടാവും, പ്രൊമോഷൻ ലഭിക്കുന്നുണ്ടാവും. അത് കൂടാതെ നിങ്ങൾ സൈഡായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ 2 തരത്തിലൂടെ വരുമാനം, അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, നല്ലൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു, അതിൽ നിന്നൊരു വരുമാനം, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആക്കാം സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് പുതിയൊരിടത്തേക്ക് മാറുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ പലതരത്തിൽ വരുമാനങ്ങൾ ഉണ്ടാകുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.